ആശ്വാസധാരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നിയുക്ത മെത്രാൻ മാർ ജോസ് പുളിക്കൽ പിതാവാണ്. ആദ്യം തന്നെ ഷാലോം ടി വി പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിൽ അഭിമന്യ പിതാവിന് എല്ലാ ആശംസകളും നേരുകയാണ്. പുതിയ ദൗത്യം ഏറ്റവും ഭംഗിയായി ദൈവാനുഗ്രഹപ്രദമായി നിർവഹിക്കാനായിട്ടുള്ള ശക്തി പിതാവിന് കൊടുക്കട്ടെ എന്നുള്ള ആശംസകളോടെ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. പിതാവെ, സ്വാഗതം. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 40 വയസ്സുള്ള ഒരാളാണ്. ബൈബിളിനെ സംബന്ധിച്ചിട്ടുണ്ടായ ഒരു സംശയമാണ്. ബൈബിൾ വായിച്ചപ്പോൾ ഉണ്ടായ ഒരു സംശയം. ഒരു പക്ഷേ ചിലപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണിത്. ഉൽപ്പത്തി പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിൾ വായിച്ചപ്പോഴുണ്ടായ ഒരു സംശയമാണ് ഞാൻ ഇവിടെ ഉന്നയിക്കുന്നത്. ആദിയിൽ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ഏദൻ തോട്ടമുണ്ടാക്കി മനുഷ്യനെ അവിടെയാക്കി. ആദത്തിനും ഹവ്വയ്ക്കും 2 മക്കളുണ്ടായി, കായേനും ആബേലും. ആബേലിനെ കായൻ കൊന്നു. അപ്പോൾ പിന്നെ എങ്ങനെ അടുത്ത തലമുറയുണ്ടായി? ഇനി ആദത്തിന് പെൺമക്കളുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് ചേർന്ന് അവർക്ക് കുട്ടികളുണ്ടായെങ്കിൽ ആ ബന്ധം ശരിയാണോ? രക്തബന്ധത്തിൽ ഉള്ളവർ കല്യാണം കഴിക്കുന്നത് ശരിയല്ലല്ലോ. ഇതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. ഇതുമായിട്ട് ചേർത്ത് വായിക്കാൻ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു ചോദ്യം കൂടിയുണ്ട്. അത് ഉൽപ്പത്തി 4-ാം അധ്യായം 14-ാം വാക്യമാണ്. അതായത് കായൻ ആബേലിനെ കൊന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറയുന്നിടത്തൊരു വാക്യമുണ്ട്. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കാണുന്നവരെല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ ആ പ്രദേശത്ത് ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളൊരു സൂചന അതിൻ്റെ അകത്തുണ്ട്. ഈ 2 സംശയങ്ങളുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. പ്രത്യേകം നന്ദി പറയുന്നു. സ്വാഗതം ചെയ്തതിന് സാറിന് പ്രത്യേകം നന്ദി. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് സ്നേഹത്തോടെ വിനയത്തോടെയുള്ളൊരു അഭ്യർത്ഥനയും കൂടി ഞാൻ വെക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥനകളിൽ എന്നെ ഓർമ്മിക്കണമേ. എന്നോടൊപ്പം പ്രാർത്ഥനയിൽ, കൂട്ടായ്മയിൽ കൂടെ ഉണ്ടായിരിക്കണമേ. നമ്മൾ ചോദ്യത്തിലേക്ക്, അതിൻ്റെ ഉത്തരത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നു. വാസ്തവത്തിൽ വളരെ ആളുകളെ ചിന്തിക്കുന്ന പലർക്കും മനസ്സിൽ തോന്നാവുന്ന ഒരു ചോദ്യം കൂടിയാണിത്. ഒത്തിരി കൗതുകങ്ങളും അതിനകത്തുണ്ട്. ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങൾ 1 മുതൽ 11 വരെ അധ്യായങ്ങളിൽ ഒരുപാട് ഇത്തരത്തിലുള്ള സംശയങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. ഒരു പ്രളയ കഥയൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. സംശയങ്ങളുടെ ഒരു പ്രളയവും അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലും വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാവുന്ന ഭാഗങ്ങളാണിവിടെ. അവിടെ നിന്നും വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ നമുക്കറിയാം. വാസ്തവത്തിൽ ഈ 1 മുതൽ 11 വരെ അധ്യായങ്ങളെന്ന് പറയുന്നത് ഒരു പ്രീ ഹിസ്റ്ററിയാണ്. ചരിത്രാതീത ചരിത്ര വിവരണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ്. ബൈബിൾ ഒരിക്കലും ഒരു ചരിത്ര പുസ്തകം അല്ല, അതൊരു ശാസ്ത്ര പഠന പുസ്തകവും അല്ല. മറിച്ച് അത് ദൈവിക ഇടപെടലുകളെ വ്യക്തമാക്കുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ വ്യക്തമായിട്ടുള്ള അവതരണങ്ങളാണത്. അത് ദൈവവചനവുമാണ്. അപ്പോൾ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ രക്ഷാകരമായി ഇടപെട്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ദൈവവചനമാണല്ലോ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും. ദൈവനിവേശിതമാണത്. ഈ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ചരിത്രപരമായ അന്വേഷണങ്ങൾ ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. മറിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയം ദൈവം ഈ പ്രപഞ്ചത്തിന് മുഴുവനും സൃഷ്ടാവാണ്. എല്ലാത്തിൻ്റെയും ഉടയവൻ അവിടുന്നാണ്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിയുടെ പിറകിൽ അവിടുത്തെ കരമാണുള്ളത്. ഇത് വെറുതെ ഉണ്ടായി വന്നതല്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുകലാണ് ഈ പ്രപഞ്ചം മുഴുവനും. ഈ സൃഷ്ടിയുടെ മുഴുവനും മകുടമായിട്ട് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് എന്ന് പറയാം. സ്നേഹത്തിൻ്റെ ഛായയും സാദൃശ്യവും ദൈവം സത്താപരമായ സ്നേഹമാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കും. ഗാഡ് ഈസ് ലവ് എന്ന് നിർവചിക്കുന്നത് യോഹന്നാൻ സുവിശേഷത്തിലാണ്. യോഹന്നാൻ്റെ ലേഖനങ്ങളിലൂടെ അല്ലാതെ വളരെ വ്യക്തമായിട്ട് വരുമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അതിൻ്റെ ശരിയായ രൂപത്തിൽ സൃഷ്ടിയിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ വിവിധ പാരമ്പര്യങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്. നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടു വന്ന വിശുദ്ധ പാരമ്പര്യങ്ങളുടെ ഒരു സമന്വയം അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് അന്ന് നിലവിലിരുന്ന
പ്രതിപാദന രീതികൾ, കഥകളും ആവിഷ്കാരങ്ങളും എല്ലാം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ 12 അധ്യായങ്ങൾ, ഈ 11 വരെയുള്ള അധ്യായങ്ങളിൽ 12-ാം അധ്യായം മുതൽ അബ്രാഹത്തിൻ്റെ വിളിയെക്കുറിച്ചുള്ള ചരിത്രം ആരംഭിക്കുകയാണ്. അതും പൂർണ്ണമായിട്ടൊരു ചരിത്ര വിവരണത്തിൻ്റെ വഴിയിലല്ല ബൈബിൾ ഒന്നും നീങ്ങുന്നത്, പക്ഷേ ചരിത്രം കൂടുതലായിട്ട് അതിനകത്തുണ്ട്, തെളിവുകളുണ്ട് ചരിത്രം. അതെ, ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ അവലോകനം ചെയ്തുകൊണ്ടാണ് അതുമുതലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പുരോഗമിക്കുന്നത്. എന്നാൽ ഈ 11 വരെയുള്ള അധ്യായങ്ങൾ കഥാരൂപത്തിലുള്ള ആവിഷ്കാരങ്ങളും അവതരണങ്ങളുമാണ്. കേവലം കഥയാണെന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് അന്ന് നിലവിലിരുന്ന സാഹിത്യരൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില ദൈവിക ഇടപെടലുകളെ, ദൈവവചനത്തെ ആവിഷ്കരിക്കുകയാണ്. അത് ദൈവവചനവുമാണ്. കഥയും ദൈവവചനം എന്ന് പറഞ്ഞ് മാറിയൊന്നുമില്ല, അത് മുഴുവനും ദൈവത്തിൻ്റെ നിവേശിതമായ വചനം തന്നെയാണ്. അതിൽ തന്നെ വലിയ അർത്ഥമുണ്ട്. ഓരോ വാക്യത്തിനും അതിൽ തന്നെ അർത്ഥമുണ്ട്, ആഴമുണ്ട്, ഒരുപാട് ചിന്തകളുണ്ട്, പ്രചോദനങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഇവിടെ ഏദൻ തോട്ടം എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ഏദൻ എന്ന വാക്കൊരു ഹീബ്രു പദത്തിൽ നിന്ന് വരുന്ന, ഏദൻ എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം തന്നെ ഡിലൈറ്റ്, ആനന്ദം എന്നൊക്കെയാണ്. അപ്പം ആനന്ദത്തിൻ്റെ ഒരു ഇടത്തിൽ ദൈവം മനുഷ്യനെ നിയോഗിച്ചു, അവനെ താമസിപ്പിച്ചു എന്നൊക്കെയാണ്. ഏദൻ തോട്ടം എവിടെയാണെന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരാറുണ്ടോ? ഏദൻ തോട്ടം ലോകത്തിൽ എവിടെയാണ്? അങ്ങനെയുള്ള അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ട് പലരും. അത്തരം അന്വേഷണങ്ങളിലൂടെയൊക്കെ ചില ചരിത്രാന്വേഷണങ്ങളിൽ പോയി ഏദൻ തോട്ടം ഇങ്ങനെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ഒരു ചാരത്തു ചേർന്നുകൊണ്ടുള്ള ഒരു കിഴക്കൻ ഇറാഖിലൊക്കെയാണ് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ പറയുന്നു. അതുപോലെ തന്നെ അത് എന്താ പറയുക, ജെറൂസലേമിലാണ്, അങ്ങനെ ഇന്ത്യയിലാണെന്ന് പോലും പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ ചിന്തകൾ ഈ സ്ഥലകാല വിവരണങ്ങളോട് ചേർത്തുകൊണ്ട് അതിനെ ഒരു സ്ഥലത്ത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ, ഒരിക്കലും അത് ഉദ്ദേശിക്കുന്നില്ല ഗ്രന്ഥകാരൻ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം അതല്ല പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ദൈവത്തോടൊപ്പമായിരുന്ന ആനന്ദത്തിൻ്റെ അനുഭവത്തിൽ മനുഷ്യൻ ജീവിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ 4 സമൃദ്ധമായി ഒഴുകുന്ന നദികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 4 നദികളും സമൃദ്ധിയുടെ സൂചനകളാണ്. ആ നദികൾ എവിടെ എന്ന് തിരഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം സമൃദ്ധി, അത്രമാത്രം സമ്പന്നമായ, സമ്പൽ സമൃദ്ധമായ ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ ഒരു അനുഭവത്തിൽ മനുഷ്യൻ ജീവിച്ചു, മനുഷ്യനായിരുന്നു. മനുഷ്യനെ അങ്ങനെ ദൈവം തന്നോടൊപ്പം ആക്കി, തൻ്റെ സാന്നിധ്യം കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചു ഈ ഭൂമിയിൽ എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഇനി അങ്ങനെ ദൈവത്തോടൊപ്പം ചരിച്ച മനുഷ്യന് ദൈവത്തിൻ്റെ ഹിതം വിട്ട് സ്വാർത്ഥത്തിൻ്റെ വഴിയിലേക്ക് മാറിയപ്പോഴാണ് അയാൾ പാപം ചെയ്തത്. ആദം പാപം ചെയ്തു എന്ന് പറയുന്നതിൽ ആദവും ഹവയും പാപം ചെയ്തത് അങ്ങനെയാണ്. അങ്ങനെ ദൈവത്തിൽ നിന്നകന്ന മനുഷ്യൻ, അത് കഴിഞ്ഞ് പിന്നെ വരുന്ന കഥ, അത് ഇനി മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ അത് 7 ദിവസത്തിലേക്ക് നീളുന്ന 6-ാം ദിവസത്തെ സൃഷ്ടിയാണ്. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. അപ്പോൾ ഓരോ ദിവസവും ഓരോ യുഗമാണെന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. അതിനകത്തൊന്നും വലിയ കഥയില്ല. അല്ലെങ്കിൽ ഈ 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു, 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ 7 പൂർണ്ണതയുടെ അക്കത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യനിൽ വരെ എത്തി നിൽക്കുന്ന ആ സൃഷ്ടി ഏറ്റവും പൂർണ്ണമാണ്. അതിൽ കൂടുതലൊന്നും ദൈവത്തിന് തരാനില്ലാത്ത വിധം അത്ര കണ്ട് പൂർണ്ണമാണ്. ഇത് പരിണാമ സിദ്ധാന്തവും ഒക്കെ ആയിട്ട് ചേർത്ത് വെച്ചുകൊണ്ട്, ഇപ്പം ഡാർവിൻ പറയുന്ന പോലെ 7 ഘട്ടങ്ങൾ, അത് 7 ദിവസങ്ങളൊക്കെ ആയിട്ട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള അതൊക്കെ ഒരു തരം അതിവായനകൾ എന്നല്ല അതിനെ പറയാനായിട്ട് സാധിക്കും. അത് അങ്ങനെ ചിന്തിക്കേണ്ടതുള്ളൂ. ഒരിക്കലും ഇതിനെ പരിണാമ സിദ്ധാന്തത്തെ സാധൂകരിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന 6 ദിവസങ്ങൾ, 6 ഘട്ടങ്ങൾ, 6 തരത്തിലുള്ള സ്റ്റേജസ് എന്നൊന്നും പറയാൻ പറ്റുകയില്ല. പക്ഷെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുമ്പം തന്നെ അതിനകത്ത് പരിണാമ സിദ്ധാന്തം സ്ഥാപിക്കപ്പെട്ടാൽ പോലും അതിനകത്ത് വലിയ അപകടമൊന്നുമില്ല. പരിണാമ സിദ്ധാന്തത്തിൽ ഒരു ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യൻ്റെ വളർച്ചയുടെ വഴികളാണ്, മനുഷ്യൻ്റെ വികാസത്തിൻ്റെ പരിണാമത്തിൻ്റെ വഴികളാണല്ലോ വിവരിക്കുന്നത്. ആ പരിണാമ വഴിയിൽ മനുഷ്യനായിട്ട് എപ്പോൾ ഒരു അസ്തിത്വം രൂപം പ്രാപിച്ചുവോ ആ സമയത്ത് ദൈവം അങ്ങനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പ്രത്യേകമായൊരു ദൈവിക ഇടപെടലിലൂടെ എന്ന് പറഞ്ഞാൽ പോലും അത് ബൈബിളിന് എതിരായിട്ടൊന്നും വരുന്നില്ല. പക്ഷെ അതല്ല സത്യം. അങ്ങനെ ഒരർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാനും പറ്റുകയില്ല. തന്നെയല്ല, പരിണാമ സിദ്ധാന്തത്തിലെ ചില നഷ്ടപ്പെട്ട മിസ്സിംഗ് ഫോസിൽസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട്. അതുകൊണ്ട് പരിണാമ സിദ്ധാന്തത്തെ പിന്നീട് വന്ന ശാസ്ത്ര മേഖലകൾ, ശാസ്ത്രകാരന്മാരൊക്കെ അവഗണിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുമില്ല. കൃത്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അന്ന് നിലവിലിരുന്ന പുതിയ ഒരു കാഴ്ചപ്പാട് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു അന്വേഷണം. പക്ഷെ അത് തിരസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് വന്ന പല സിദ്ധാന്തങ്ങളും, ബിഗ് ബാങ് തിയറി പോലത്തെ പല സിദ്ധാന്തങ്ങളും, പല തിയറികളും, അതൊക്കെ ഒരുപക്ഷെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മനുഷ്യോൽപത്തിയെക്കുറിച്ചോ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചോ ഒക്കെയുള്ള സാധ്യതകൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെയുള്ള നൂറ്റാണ്ടുകൾ, വർഷങ്ങൾ, സഹസ്രാബ്ദങ്ങളൊക്കെ പിന്നിടുന്ന ഒരു വഴിയിൽ ഒരു വലിയ സൃഷ്ടി നടക്കുന്നുവെന്ന് പറഞ്ഞാൽ അതും ബൈബിളിന്
സൃഷ്ടി വിവരണത്തിന് എതിരാകുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ കരം തൊട്ടുകൊണ്ട് തന്നെ സംഭവിക്കുന്നു എന്ന സത്യം അംഗീകരിക്കേണ്ടി വരും. എല്ലാത്തിൻ്റെയും പിറകിൽ ആദ്യ കാരണമായിട്ട് നിൽക്കുന്നത് ദൈവമാണ് എന്നുള്ള കാര്യം അംഗീകരിക്കേണ്ടി വരും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിയിൽ പ്രത്യേകമായ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകി തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു. അവനെ മണ്ണിൽ നിന്നും മെനഞ്ഞു വന്ന രണ്ടാമത്തെ അധ്യായത്തിലെ വിവരണം അത്രമാത്രം കരുതലോടുകൂടി ഈ പ്രപഞ്ചത്തോട് ചേർത്ത് അവനെ നിർത്തിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകനായി മകളായി സൃഷ്ടിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. ആ ഒരു സത്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏത് സിദ്ധാന്തത്തിനും അപാകതയുണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു പശ്ചാത്തലമായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഘട്ടത്തിലാണ് ഈ കായൻ എന്ന വ്യക്തി ആദത്തിൻ്റെ ഹവ്വയുടെ മകനായി കായനും ആബേലും വരുന്നു. അപ്പോൾ ദൈവത്തെ മറികടന്നും സ്വാർത്ഥത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ് കൊലപാതകം. പറഞ്ഞു വരുന്നത് ഇതിനെ അക്ഷരാർത്ഥത്തിലെടുത്ത് വ്യാഖ്യാനിക്കാനുള്ള പുസ്തകം അല്ല ഈ 11 അധ്യായങ്ങൾ വരെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. ഇതിനകത്തെല്ലാം അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ സംഘർഷവും ചോദ്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് എങ്ങനെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ 11 അധ്യായങ്ങളെ സമീപിക്കണം എന്ന ഒരു കാര്യം വ്യക്തമാക്കിയത്. അപ്പോൾ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താ അവിടെ പറഞ്ഞു വെച്ചത്? അവിടെ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ തന്നെ കൃത്യമായിട്ട് ഇത് പറഞ്ഞു വെക്കും. ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളായിരുന്ന കായനും ആബേലും. അത് കഴിഞ്ഞിട്ട് ഈ 5-ാം അധ്യായത്തിൽ ആദത്തിന് 130 വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിൻ്റെ ജനനത്തിന് ശേഷം ആദം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. പിന്നെ സേത്തിന് 105 വയസ്സായപ്പോൾ ഏനോഷ് എന്നൊരു പുത്രനുണ്ടായി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സേത്തിൻ്റെ ഏനോഷിൻ്റെ പരമ്പരയൊക്കെ പറയുന്നുണ്ട്. അപ്പം ധാരാളം ആളുകൾ, ധാരാളം മക്കൾ കൂടാതെ മറ്റ് മക്കൾ ഉണ്ടായിരുന്നുള്ള സൂചന ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അവിടെ എങ്ങനെ ഇവർ രണ്ടുപേരും തന്നെ ഉള്ളപ്പോൾ പിന്നെ മക്കൾ ജനിച്ചു എന്നൊരു ചോദ്യമോടെ അതിൽ തന്നെ അപ്രസക്തമായിട്ട് വരുന്നു. ഒപ്പം വേറൊരു കാര്യമുണ്ട്. ഈ ആദം ഹവ്വ എന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ ആദത്തെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ആ ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം തന്നെ ആദമ എന്ന വാക്കിൽ നിന്ന് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ നിന്നും മെനയപ്പെട്ടവൻ എന്ന അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ വാക്കിന് മണ്ണിൽ നിന്നും മെനയപ്പെട്ടവൻ എന്ന അർത്ഥം തന്നെ ഉള്ളൂ, ആ പേരിന് പോലും. അപ്പോൾ അതൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു ദമ്പതിയാവാം. ആദം ഹവ്വ എന്ന ആ ഒരു മാതാവും പിതാവും എന്ന ഏകദമ്പതികളാവാം. അതല്ലെങ്കിൽ അതൊരു വംശമാകാം, ദൈവം സൃഷ്ടിച്ച ഒരു വംശം. അപ്പോൾ ഒരു വ്യക്തിയെ തന്നെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് ആ വ്യക്തിയിൽ നിന്നും മറ്റൊരാൾ അങ്ങനെ ഒരു ദമ്പതിയെ മാത്രം സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ആദം എന്ന് പറയുന്നത് ഒരു ഏകവചനമല്ല, ഒരു ബഹുവചനമാണെന്ന് പറയേണ്ടി വരും. ഏകവചനമോ ബഹുവചനമോ ആകാം. അത് ബഹുവചനമാണെങ്കിൽ ഒരു വംശം എന്ന അർത്ഥത്തിൽ തന്നെ വംശത്തിൻ്റെ സൂചനയാവാം. അതെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ആ തരത്തിലുള്ള ഒരു ചോദ്യം, സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചോ എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ തന്നെ വരുന്നുണ്ട്. വംശത്തിൽ നിന്നാവാം ആണെങ്കിൽ, അപ്പോൾ അതിൽ തന്നെ അതിന് ഉത്തരം കിട്ടുന്നുണ്ട്. ഇനി അത് അങ്ങനെയല്ല, ഇപ്പോൾ ആദം എന്ന് പറയുന്ന ഒരു ഏകവചനമായിരുന്നു എങ്കിൽ ആദത്തിന് പെൺമക്കളുണ്ടായിരുന്നു, ആൺമക്കളുണ്ടായിരുന്നു. അവർ തമ്മിൽ പരസ്പരം കല്യാണം കഴിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. എന്ന് വെച്ചാൽ അടുത്ത ബന്ധങ്ങളിൽ നിന്ന്, ആദത്തിൻ്റെ മക്കൾ, അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ആ സന്തതി പരമ്പരകളുടെ ആ ബന്ധങ്ങളിൽ നിന്ന് തന്നെ ആവണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ചോദ്യത്തിന് ഇവിടെ ഒരു പ്രസക്തി ഏറുന്നത്. ഇന്നത്തെ സഭയുടെ പഠനങ്ങൾക്ക്, പ്രബോധനങ്ങൾക്ക്, അല്ലെങ്കിൽ സുവിശേഷ പഠനങ്ങൾക്ക് എതിരല്ലേ എന്ന്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ അവിടെയും മനസ്സിലാക്കേണ്ടത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ, ധാർമ്മികത, അതിൻ്റെ വളർച്ച, അതൊക്കെയാണ് മനുഷ്യന് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ അന്നത്തെ കാലത്ത് നിലവിലിരുന്ന സമ്പ്രദായങ്ങളുണ്ട്. ഇതൊക്കെ നൂറ്റാണ്ടുകളുടെയും ആയിരക്കണക്കിന് വർഷങ്ങളുടെയും പിന്നിലുള്ള ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ, അത്രയും പിന്നിലുള്ള ചരിത്രകാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ അന്നത്തെ വിവാഹ രീതികളെ എങ്ങനെ കണ്ടിരുന്നു? അന്നൊരിക്കലും ഇന്നുള്ള ഒരു ധാർമ്മിക അവബോധം, ചിന്ത ഒന്നുമല്ലെന്നുള്ളത്. അന്നത് ധാർമ്മികമായിരുന്നു, അന്ന് നിലവിലുള്ളൊരു സമ്പ്രദായമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ പല പഠനങ്ങളും പിന്നീട് ചരിത്ര പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വിഖ്യാതനായ സൈക്കോളജിസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ശ്രദ്ധേയമായ ഒരു പഠനത്തിൽ അദ്ദേഹം ടാബൂസ് ആൻഡ് ടാറ്റൂസ് അല്ലേ, യെസ്,
അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്ന ചില ഈ ഒരു ചരിത്രത്തിൻ്റെ വഴികളുണ്ടായ വളർച്ചകളെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് കുലങ്ങൾ എന്ന നിലയിലൊക്കെ രൂപപ്പെട്ടു വന്നത് പരസ്പരം ഒരു കുലത്തിൽ നിന്നും വിവാഹം കഴിച്ചുകൊണ്ട് അങ്ങനെ ഒന്നിച്ചു പോകുന്നത് ശരിയല്ല എന്ന് കാലം തെളിയിച്ചതുകൊണ്ടാണ്. അപ്പം ഈ കുലങ്ങൾ രൂപപ്പെട്ടു വന്നതിൻ്റെ ചരിത്രമാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞു വരുന്നത്. അതിൻ്റെ മനഃശാസ്ത്രപരമായ രക്തബന്ധത്തിൽപ്പെട്ടവരൊരിക്കലും വിവാഹം കഴിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു അതെ. അപ്പം ടാബൂസ് ആൻഡ് ടാറ്റൂസിനകത്ത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കുലങ്ങളും ഇങ്ങനെയുള്ള കുലചിഹ്നങ്ങളുമൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഈ കുലങ്ങളായിട്ട് ആളുകൾ മാറിത്തിരിഞ്ഞതിൻ്റെ കാരണം തന്നെ ഒരു കുലത്തിലുള്ളവർ അതേ കുലത്തിൽ നിന്നും വിവാഹം കഴിക്കുന്നത് ആരോഗ്യപരമല്ല. അത് കാലം തെളിയിച്ച ചില സത്യങ്ങളാണ്. അത് ശാസ്ത്രീയമായിട്ട് പോലും പിന്നീട് അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. ചില ആരോഗ്യപരമായ കാരണങ്ങളാൽ അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അത്ര കൊണ്ട് പ്രയോജനം കിട്ടുന്നില്ല. അതൊക്കെ അനാരോഗ്യകരമായിട്ട് മാറുന്ന ചില രോഗങ്ങൾ പോലും കണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നു. ഒരേ അടുത്ത ബന്ധത്തിൽ നിന്നുമൊക്കെ വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു സാംസ്കാരികവും സാമൂഹികവുമായ ഒരു ചരിത്രപരമായ ഒരു കാഴ്ചപ്പാടിൻ്റെ വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മനുഷ്യൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പം അന്ന് നിലവിലിരുന്ന രീതിയിൽ അത് അനുവദനീയമായിരുന്നു. അതിനകത്ത് അധാർമികമായിട്ടൊന്നുമില്ല. പിന്നീട് പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള അടുത്ത ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രാഹം തന്നെ അബ്രാഹത്തിൻ്റെ സഹോദരി എന്ന് വിളിക്കുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് എന്ന് അബ്രാഹത്തെ ഇതാരാണെന്ന് ചോദിച്ചുകൊണ്ട് സാറായെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ സഹോദരിയാണെന്ന് പറയും. നമ്മൾ വിചാരിക്കും അത് കള്ളം പറയുന്നത്. അബ്രാഹം കള്ളം പറഞ്ഞതല്ല. അബ്രാഹത്തിൻ്റെ അടുത്ത രക്തബന്ധത്തിൽ പെടുന്ന വ്യക്തിയായിരുന്നു സാറ, അതെ, കസിൻ. അപ്പോൾ സഹോദരി എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. അന്നത് നിലവിലിരുന്ന ഒരു സമ്പ്രദായമാണെന്ന് അതുതന്നെ തെളിയിക്കുന്ന കാര്യമാണ്. പഴയ നിയമ ചരിത്രത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് നിയമങ്ങൾ ഇല്ലെന്നാക്കാനല്ല, മറിച്ച് നിയമങ്ങൾ പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഒരു പുതിയ ധാർമ്മികതയുടെ ചരിത്രം, ജീവിതശൈലി ഈശോയോടുകൂടി ആരംഭിക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ ധാർമ്മികത, സുവിശേഷത്തിൻ്റെ ജീവിതശൈലി എന്ന് പറയുന്നത് മിശിഹ വിഭാവനം ചെയ്ത ഒരു ജീവിതശൈലിയാണ്. അത് കുറേ കൂടെ ഉന്നതവും ഉദാത്തവുമായ ഒരു ജീവിതശൈലിയാണ്. അതാണ് സഭയുടെ പഠനങ്ങളും പ്രബോധനങ്ങളും. അതുകൊണ്ട് സഭ കുറേ കൂടി ഉന്നതമായ ഉദാത്തമായ മിശിഹായിലൂടെ വ്യക്തമാക്കപ്പെട്ട വെളിപ്പെടുത്തപ്പെട്ട ഒരു ധാർമ്മികതയിലേക്ക് പ്രവേശിക്കുന്നു, പഠിപ്പിക്കുന്നു. അതൊരിക്കലും വൈരുദ്ധ്യമല്ല, അതൊരു വളർച്ചയാണ്. അങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉന്നയിക്കപ്പെടാവുന്ന ഒരു ചോദ്യം, പലപ്പോഴും മൂല്യങ്ങൾ ആപേക്ഷികമല്ലേ? ഓരോ ചരിത്ര സന്ദർഭത്തിനും ഇണങ്ങുന്ന വിധത്തിൽ ആ കാലത്ത് ഒരു മൂല്യ സംഹിത ഉണ്ടാകുന്നു, ഒരു ധാർമ്മിക സംഹിത ഉണ്ടാകുന്നു. ചരിത്രബദ്ധമാണത്, റിലേറ്റീവാണത്. അപ്പം ആ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കില്ലേ? സനാതനമായ ഒരു മൂല്യ സംഹിത ഉണ്ട് എന്ന് പറയാനായിട്ടും പറ്റില്ല. റിലേറ്റീവിസവും റിലേറ്റീവ് അപ്രോച്ചും ഒക്കെ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഉത്തരാധുനിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ചിന്താധാര കൂടിയാണല്ലോ. വാസ്തവത്തിൽ അത് വളരെ സ്വാർത്ഥപരമായ ഒരു നിലപാടാണ് ഈ റിലേറ്റീവ് ആപേക്ഷികതാവാദത്തിലൂടെയൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത്. എനിക്ക് എൻ്റെ സ്വാർത്ഥ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ എൻ്റെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുകയും ഏത് നിലപാടും സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് തികഞ്ഞ ഒരു ധാർമ്മികതയുടെ വളർച്ചയാണ്. പിന്നോട്ട് പോകുന്നതാകാം ആപേക്ഷികതയിൽ. കാരണം അത് എൻ്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് ഞാനൊരു ഒരു കാട്ടാള ജീവിതത്തിലേക്ക് പോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ആരെയും വകവരുത്തുന്ന, എൻ്റെ തന്നിഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്ന കിരാതമായൊരു സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും ആപേക്ഷികതയിൽ. ഇവിടെ ഒരു തിരിച്ചുപോക്കല്ല, ഇതൊരു വളർച്ചയാണ്. അപ്പം സനാതന മൂല്യങ്ങൾ ഓരോ കാലഘട്ടത്തും പരിരക്ഷിച്ചുകൊണ്ട് അതിനെ ഉന്നതമായ ഉദാത്തമായ തലത്തിലേക്ക് വളർത്തിയെടുക്കുക. മിശിഹ അതിൻ്റെ ഒരു ഉന്നതമായ തലത്തിലേക്ക് അതിനെ ഉയർത്തിയെടുത്ത് അങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ അതൊരു ഇഷ്ടം പോലെയുള്ള വ്യാഖ്യാനമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിസ്ഥാനമില്ലായ്മയോ അല്ല, അത് ഒരു വളർച്ചയാണ്, ഒരു പുതിയ ഉയർന്ന ധാർമ്മികതയുടെ അംഗീകാരമാണ്. ഈ കായൻ്റെയും ആബേലിൻ്റെയും കഥ അല്ലെങ്കിൽ ഉൽപ്പത്തിയിലെ കഥകൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ അതിനെ സമീപിക്കേണ്ടതില്ല എന്ന് പറയുന്നു. എങ്കിൽ പോലും കായേനും ആബേലും തമ്മിലുള്ള ആ ശത്രുത, പ്രത്യേകിച്ച് ആബേലിനോടുണ്ടായ ആ ശത്രുത, കൂടപ്പിറപ്പുകൾ മണ്ണ് പങ്കിട്ട് പല കൂറായി പകുത്ത് കൂടാരങ്ങൾ തീർക്കുന്ന ഒരു പഴയ സംസ്കാരം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ ഇപ്പോഴും ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വൈരവും പരസ്പര ശത്രുതയും ഒക്കെ എല്ലാ കാലത്തും ഈ ഒരു കഥയെ പ്രസക്തമാക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ദൈവവചനത്തിൻ്റെ മഹത്വം. ആഴമായ സത്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത് ഏതു കാലത്തും ഒരുപോലെ പ്രസക്തമാണ്. ദൈവവചനത്തിൽ മാറ്റമില്ല.
അന്ന് പഠിപ്പിച്ച ആ യാഥാർത്ഥ്യങ്ങൾ ഇന്നും തനി ആവർത്തനങ്ങളായിട്ട് തുടരുന്നുണ്ട്. കായേൻ ആബേലിനെ കൊന്നുവെന്ന ഒരു യാഥാർത്ഥ്യം ഇന്നും മറ്റൊരർത്ഥത്തിൽ ഒരു മരണസംസ്കാരമായിട്ട് തുടരുകയാണ്. അങ്ങനെ എൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി, തന്നിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരനെ എങ്ങനെയും നശിപ്പിക്കാൻ മടിക്കാത്ത മനുഷ്യൻ്റെ എണ്ണം കൂടി വരുന്നു. അത് ഈ മാറിയ കാലത്തിൻ്റെ ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ഏതു കാലത്തും ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ വർത്തമാനമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കായേൻ സംസ്കാരം ഇന്ന് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. നിസ്സാരമായി ഒരു തെറ്റും ചെയ്യാതെ ബലിയാടാക്കപ്പെടുന്ന ആബേൽ സംസ്കാരം. ഒരുപാട് ആളുകൾ നിസ്സഹായരായി, പലതരത്തിലും നിഷ്ക്രിയരായി തകർക്കപ്പെടുന്നു, ബലിയാടുകളായി മാറുന്നു, നിഷ്കരണം വധിക്കപ്പെടുന്നു. ഒരു കാരണം, ഒരു തെറ്റും ചെയ്യാതെ. അതിന്നും ആവർത്തിക്കുകയാണ്. അത് വചനം അന്ന് പറഞ്ഞു വെച്ച ആ വലിയ സത്യം അതുപോലെ തന്നെ ഇന്നും ആവർത്തിക്കുന്നു. ദൈവത്തിൽ നിന്നും പുറംതിരിഞ്ഞ് ദൈവഹിതത്തിന് മറുതലിക്കുന്ന ഒരു മനുഷ്യൻ്റെ പെരുമാറ്റ ശൈലി, പ്രവർത്തനം, അതെല്ലാം അവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെരുമാറ്റത്തെയാണ് നമ്മൾ അവിടെ നിന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റിയെടുക്കേണ്ടത്. പുതിയൊരു ദൈവികതയിലേക്ക്, ഒരു മാനുഷിക ഉദാത്തമായ മൂല്യങ്ങളിലേക്ക്, സുവിശേഷ മൂല്യങ്ങളിലേക്ക് നമ്മൾ വളരണമെന്നുള്ളതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ദൈവം ചോദിച്ച ചോദ്യത്തിന് ആ കായൻ നൽകിയ മറുപടിയുണ്ട്. എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ഞാനല്ല. തീർച്ചയായിട്ടും ഇത് മനുഷ്യനെ കൂടുതൽ കൂടുതൽ ഏകാന്തനാക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയല്ലേ. ആരുടെയും കാവലാളല്ലാത്ത ഒരു കാലത്ത് എല്ലാവരും ഒറ്റയ്ക്കാണ്. അതെ അതെ, ശരിക്കും അത് അങ്ങനെ തന്നെ. കാരണം ആ ചോദ്യത്തിന് വസ്തുത 2 ചോദ്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രസക്തമായിട്ട്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ 9-ാമത്തെ വാക്യത്തിലൊരു ചോദ്യമുണ്ട്. ആദം, നീ എവിടെ എന്ന ചോദ്യം. നീ എവിടെ? ആദത്തെ സമീപിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്. കൂടെ നടന്നിരുന്ന പർദീസായുടെ ആ ഒരു ആനന്ദത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന മനുഷ്യനും മാറി ഒളിച്ചിരിക്കുകയാണ്. നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവം സമീപിക്കുന്നു. നിന്റെ അസ്തിത്വം നീ നശിപ്പിച്ചു, നീ എനിക്ക് പുറംതിരിഞ്ഞു, നിന്നെ തന്നെ നീ നശിപ്പിച്ചു കളഞ്ഞു. 2-ാമത്തെ ചോദ്യം 4:9 ഉൽപ്പത്തി പുസ്തകം. ഈ വലിയ കൊലപാതകത്തിന് ശേഷം വരുന്ന ചോദ്യമാണ്. കായൻ, നിന്റെ സഹോദരൻ എവിടെ? ഈ സഹോദരൻ എവിടെ എന്ന ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. അതിന് കായൻ കൊടുക്കുന്നതിന് മറുപടിയുണ്ട്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? അതും ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ശ്രദ്ധേയമായ ഒരു 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 കവിത, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയുണ്ട്. ഏതാണത്? സാർ ഓർക്കുന്നുണ്ടാവും. എവിടെ ജോൺ? എവിടെ ജോൺ? ജോൺ എബ്രാഹാം എന്ന വലിയ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ അല്പം ഇടറിപ്പോയൊരു ജീവിതത്തിൻ്റെ ദാരുണമായ അന്ത്യത്തെ അറിഞ്ഞുകൊണ്ട് അതിനുശേഷം, അദ്ദേഹത്തിൻ്റെ മരണശേഷം ചുള്ളിക്കാട് എഴുതുന്ന ഒരു കവിതയാണ് ജോൺ നീ എവിടെ, അല്ലേ? എവിടെ ജോൺ, എവിടെ ജോൺ. അപ്പോൾ ആ കവിതയിലൂടെ അദ്ദേഹം അന്വേഷിക്കുന്ന ജോണിനെ തേടി പോവുകയാണ്. അദ്ദേഹം ജോൺ പോയ സ്ഥലങ്ങളിലൂടെ എല്ലാം യാത്ര ചെയ്തു പോവുകയാണ്. അവിടെ ചെന്ന് എവിടെ ജോൺ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ട്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ഒരുപക്ഷെ ബൈബിളിലെ ആ പ്രമേയത്തെ ആസ്പദമാക്കി ചുള്ളിക്കാട് എഴുതിയിരിക്കുന്ന ഒരു കവിതയാവാം അത്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന ചോദ്യം ആവർത്തിച്ച് മുഴങ്ങുകയാണ്. ഓരോ സ്ഥലത്തും എവിടെ ജോൺ എന്ന ചോദ്യവുമായിട്ട് ഇദ്ദേഹം തൻ്റെ കവിതയിലൂടെ അന്വേഷണം തുടരുമ്പോൾ ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. സത്യത്തിൽ അവിടെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. ദൈവവചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തി, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, സഭയുടെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന ഒരു വ്യക്തി ഉത്തരം കൊടുക്കേണ്ടത് അവിടെയാണ്. ഞാനാണ് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ. കാവലും കരുതലുമായിട്ട് മാറേണ്ട വ്യക്തിയായിട്ട് മനുഷ്യൻ മാറണം. അപ്പോൾ മാത്രമാണ് അയാൾ യഥാർത്ഥ ദൈവവിശ്വാസിയായി മാറുന്നത്, യഥാർത്ഥത്തിൽ ദൈവമുള്ളവനായി മാറുന്നത്. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ ആ ഒരു കമ്പാഷനേറ്റ് ലവ്, ആർദ്ര സ്നേഹത്തിൻ്റെ ആൾരൂപമാണ്. അതാണ് മിശിഹായിലൂടെ അവതരിച്ച സ്നേഹവും അവതരിച്ച കരുണയും. ആ ഒരു തരത്തിലേക്ക് മനുഷ്യൻ്റെ മനസ്സും വളരുമ്പോഴാണ് മനുഷ്യൻ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനായിട്ട് പുനർജനിക്കുന്നത്. ഓരോ മാമോദീസായും അത് തന്നെയാണ്, ആ പുനർജനനമാണ്. അതിലേക്കാണ് നമ്മൾ വിശ്വാസത്തോടെ വളർന്നെത്തേണ്ടത്. ഓരോ പരിശുദ്ധ കുർബാനയും അതിലേക്കുള്ള രൂപാന്തരീകരണമാണ് സംഭവിക്കുന്നത്. ഓരോ വചനവായനയും വചനധ്യാനവും അതിലേക്കാണ് നമ്മളെ എത്തിക്കേണ്ടത്, അവരനെ കാണാനും കരുതാനുമുള്ള കാഴ്ചയിലേക്ക്. എനിക്ക് തോന്നുക നമ്മളിങ്ങനെ ഈ യാഥാർത്ഥ്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ഉത്തരത്തിലേക്ക് പ്രവേശിച്ചെന്ന് ഞാൻ കരുതുക. ചോദിച്ച ചോദ്യങ്ങളെ എങ്ങനെ ആ വചനഭാഗങ്ങളെ സമീപിക്കണം എന്നതിലൂടെ തന്നെ നമുക്ക് നേരിടാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അർത്ഥം വിശാലമായ രീതിയിൽ തിരിച്ചറിയുമ്പോൾ ആഴമായ അന്തർധാരകളും അർത്ഥതലങ്ങളും പ്രതീകാത്മകമായ ഒത്തിരിയേറെ യാഥാർത്ഥ്യങ്ങളും ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്നേഹത്തോടും കൂടുതൽ ആവേശത്തോടും കൂടി ഈ ദൈവവചനം വായിച്ച് ധ്യാനിക്കാനായിട്ട് നമുക്കെല്ലാം കഴിയും. തീർച്ചയായിട്ടും ചോദ്യകർത്താവിനും അതൊരു അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് ഈ വചനത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതം തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ,
നിൻ്റെ വചനത്തിൻ്റെ ആഴമായ പൊരുളറിയുവാൻ, അങ്ങയെ അടുത്തറിഞ്ഞ് സ്നേഹിച്ച് അങ്ങയോടൊപ്പം ആയിരിക്കുന്ന ആ ഒരു പറുദീസ അനുഭവത്തിൽ, ഏതൻ അനുഭവത്തിൽ ആയിരിക്കുവാൻ, അതിലേക്ക് പ്രവേശിക്കുവാൻ, അതിലേക്ക് രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, സഹോദരൻ്റെ കാവലാളായി ജീവിക്കുവാനും കരുതലോടെ ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്കെല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ധ്യാനത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വചനത്തെ മനസ്സിലാക്കാം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.